Hello everyone, welcome to Groww Malayalam. This is Shayas Rafia Moideen. നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയ മാർക്കറ്റ് അപ്ഡേറ്റ്സും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചും എല്ലാമുള്ള ന്യൂസും ഒക്കെയുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. ഇനി ഇന്നത്തെ ടോപ്പിക്, ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഭൂരിഭാഗം ആളുകൾ നോക്കുന്നത് വളരെ സേഫായ, വിശ്വാസയോഗ്യമായ, പണം നഷ്ടപ്പെടുത്തുന്ന റിസ്കുകൾ ഉണ്ടാക്കാത്ത ഇൻവെസ്റ്റിംഗ് സ്കീമുകളാണ്. സ്വാഭാവികം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സേഫായി നിലനിർത്താനും അത് കൂടുതൽ വളർത്താനും തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. കാലം മുന്നോട്ട് പോകുന്തോറും ഒരു വളർച്ചയും ഇല്ലാതെ കയ്യിലുള്ള പൈസ അതുപോലെ സൂക്ഷിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പകരം കയ്യിലുള്ള പണം വെച്ച് കൂടുതൽ വരുമാനം നേടാൻ നമ്മളൊക്കെ ശ്രമിക്കും. ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണല്ലോ അർത്ഥം. ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള സ്കീമുകൾക്ക് റിസ്ക്കും കൂടും. എന്നാൽ മിക്ക ഇൻവെസ്റ്റേഴ്സിനും എപ്പോഴും റിട്ടേൺസ് അധികരിപ്പിക്കുന്നതിനേക്കാളും ശ്രദ്ധ കൊടുക്കാറുള്ളത് റിട്ടേൺസ് കുറച്ച് കുറഞ്ഞാലും പണം സേഫായി സൂക്ഷിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും റിസ്ക് കുറഞ്ഞ ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മുടെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബെസ്റ്റ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് അവ എന്നും അവയുടെ റിസ്ക് ലെവലും നമുക്ക് നോക്കാം. സേവിങ്സ് അക്കൗണ്ട്സ്, വെരി ലോ റിസ്ക്. പോസ്റ്റ് ഓഫീസ് സ്കീംസ്, വെരി ലോ റിസ്ക്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ലോ റിസ്ക്. റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, ലോ റിസ്ക്. PPF ഓർ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്സ്, അഗെയിൻ ലോ റിസ്ക്. നോൺ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, ലോ ടു മോഡറേറ്റ് റിസ്ക്. അപ്പോൾ നമുക്ക് ഈ 6 ഫിനാൻഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ചും ക്വിക്കായി സംസാരിക്കാം. ഒന്നാമത്തേത് സേവിങ്സ് അക്കൗണ്ട്സ്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ കസ്റ്റമേഴ്സിന് സേവിങ്സ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഇത്തരം ഒരു സേവിങ്സ് അക്കൗണ്ട് ആവശ്യമാണ് എന്നതിലുപരി ഇതൊരു ചെറിയ റിട്ടേൺസും ആളുകൾക്ക് നൽകും. ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ ഏകദേശം 3 മുതൽ 4% വരെയാണ് ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഇൻട്രസ്റ്റ്. പല ആവശ്യങ്ങൾക്കായി ഇടയ്ക്കിടെ പണം പിൻവലിക്കേണ്ടി വരുമല്ലോ നമുക്ക്. ഇതിനു വേണ്ടി പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ സേവിങ്സ് അക്കൗണ്ട് ഒരു നല്ല ചോയ്സ് ആണ്. അതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ബാങ്കുകൾ തിരഞ്ഞെടുത്ത് അവിടെ നിക്ഷേപിക്കുക. അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 2, പോസ്റ്റ് ഓഫീസ് സ്കീംസ്. ഇന്ത്യയുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റായ ഇന്ത്യ പോസ്റ്റ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ലഭ്യമാക്കുക, അവർക്കിടയിൽ സമ്പാദ്യശീലം വളർത്തുക എന്നീ ഉദ്ദേശങ്ങളോടെ നിരവധി സ്കീമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബാങ്കുകളെയും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെയും അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ കൂടുതൽ റിട്ടേൺസ് നൽകുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ സാധാരണയായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോ ട്രാക്കിംഗ് സിസ്റ്റംസോ ഓഫർ ചെയ്യുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ആവശ്യങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കേണ്ടിയും വരും. പക്ഷേ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി വളരെ അടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 3, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും ഇത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സേഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെച്യൂരിറ്റി പീരിയഡിൽ നല്ലൊരു റിട്ടേൺ ഇവർ ഓഫർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഓൾമോസ്റ്റ് 0 ആണ് ഇവിടുത്തെ റിസ്ക്. റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് സമാനമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു സിംഗിൾ ഡെപ്പോസിറ്റ് ആയിട്ടാണ്. പക്ഷേ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായ ഇടവേളകളിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് മാസത്തവണ ഒക്കെ പോലെ. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റും നമുക്ക് റിട്ടേൺ ഗ്യാരണ്ടി നൽകുന്നു. പലിശ നിരക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡിൽ ചേഞ്ച് ചെയ്യാറില്ല. പിന്നെ മെച്യൂരിറ്റി ആയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസയും കൂടെ അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് ഒരു വലിയ തുകയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. നമ്പർ 5, PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്സ്. ഇന്ത്യയിലെ പോപ്പുലർ ആയ ഒരു സേവിങ് സ്കീമാണിത്. ഇവിടെ നല്ല റിട്ടേൺസും ഒപ്പം തന്നെ ടാക്സ് ഇളവുകളും നമുക്ക് ലഭിക്കുന്നു. ഗവൺമെൻറ് ഈ സ്കീം നൽകുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലും അവൈലബിൾ ആണ്. സാധാരണയായി ഇതിൻ്റെ കാലാവധി 15 years ആണ്. വേണമെങ്കിൽ അത് നീട്ടാവുന്നതുമാണ്. കാലാവധിക്ക് മുൻപ് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനവും ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സേഫായ, ഗ്യാരണ്ടീഡ് ആയ, ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമ്പർ 6, നോൺ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഡെപ്റ്റ് ആൻഡ് ഗിൽറ്റ് ഫണ്ടുകൾ പോലെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്ന ഫണ്ടാണിവ. വളരെ കുറഞ്ഞ റിസ്ക് ഉള്ള സ്കീമുകളാണ് ഇവ.
ഗവൺമെന്റിന്റെ ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, ഗോൾഡ് ബോണ്ടുകൾ, ഫിക്സഡ് സെക്യൂരിറ്റീസ് തുടങ്ങിയവയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ടിന്റെ ടൈപ്പ് അനുസരിച്ച് ഇതിന്റെ കാലാവധി ഷോർട്ട്, മിഡ്, ലോങ് എന്നിങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇതെല്ലാമാണ് 6 ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. ഈ സ്കീമുകൾ റിസ്ക് വളരെ കുറവാണ് എന്ന അഡ്വാൻറ്റേജ് ഇവയ്ക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയി കണക്കാക്കുന്നത് കുറഞ്ഞ റിട്ടേൺസ് ആണ് ഇവയ്ക്കുള്ളത് എന്നാണ്. റിസ്ക് എടുക്കാനുള്ള നമ്മുടെ താല്പര്യവും ധൈര്യവും അനുസരിച്ചാണ് ഏത് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. റിസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആവുന്ന ആളുകൾക്ക് ഈ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റുകൾ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.